നമസ്കാരം. തിരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് മുൻ മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി വി ശിവൻകുട്ടിയും ഉൾപ്പെട്ടൊരു ട്രോളാണ്. ഒരു കാലത്ത് ആര്യയെ വാനോളം പുകഴ്ത്തിയ മന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞുകൊത്തുന്നു എന്നാണ് പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ 8ാം ക്ലാസ്സിൽ ഇരുത്താനാകില്ലല്ലോ. ആര്യ രാജേന്ദ്രന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ കുറിച്ച് മുൻപ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകളാണിത്. ആര്യയുടെ രാഷ്ട്രീയ വളർച്ച അത്രത്തോളം ഉയരത്തിലാണ് അന്ന് മന്ത്രി കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആര്യ രാജേന്ദ്രന് അർഹമായ പരിഗണന ലഭിച്ചിരുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രോളുകളായി ഉയർന്നത്. പ്രചാരണ പരിപാടികളിൽ മുൻനിരയിൽ ഉണ്ടാകേണ്ട മുൻ മേയർ കഴിഞ്ഞ ദിവസം വെറുമൊരു കാഴ്ചക്കാരിയായി മാറി എന്നാണ് ട്രോളന്മാർ പറയുന്നത്. അപ്പൂപ്പൻ നൈസായിട്ട് കൈവിട്ടു എന്ന പരിഹാസത്തോടെയാണ് ട്രോൾ മലയാളം ഉൾപ്പെടെയുള്ള പേജുകളിൽ ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. ഒരു കാലത്ത് തന്നെക്കാൾ മികച്ച മേയർ എന്ന മന്ത്രി വിശേഷിപ്പിച്ച ആര്യയ്ക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണുള്ളത് എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയർന്നത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ പതിയെ പിൻവാങ്ങുകയാണോ അതോ കോഴിക്കോട്ടേക്ക് തന്റെ പ്രവർത്തന മേഖല മാറ്റുകയാണോ എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കവെയാണ് പുതിയ ട്രോളുകൾ പുറത്തു വരുന്നത്. പഴയ പുകഴ്ത്തലുകൾ ഇന്ന് വെറും വാക്കുകളായി അവശേഷിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ പരിഹാസം. സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും തന്റെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുകയാണ് മുൻ മേയർ ആര്യയും. തന്നെ തടഞ്ഞുവെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ തള്ളിക്കൊണ്ട് ആര്യ തന്നെ ശിവൻകുട്ടിയുടെ ലൈവ് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ നിന്ന് നിശബ്ദമായ വിടവാങ്ങലുകളിലേക്ക് ഒരു ദൂരമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കസേരയിൽ ചരിത്രം എഴുതിയ ആര്യ രാജേന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിലെ പുതുമകൾക്ക് ഒരു പാഠമാവുകയാണിത്. ഭരണാധികാരികൾ എന്നതിന്റെ വലിയൊരു പാഠം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിനിടയിലും ആര്യയ്ക്ക് പാർട്ടിയിൽ അർഹമായ ഇടമില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പൂജപ്പുരയിൽ നടന്ന പാർട്ടി പൊതുയോഗത്തിൽ വെറുമൊരു കാഴ്ചക്കാരിയായി ഒതുങ്ങിപ്പോയ ആര്യയുടെ ദൃശ്യങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിമറിഞ്ഞിട്ടു. സ്റ്റേജിൽ ഒരു കസേര പോലും ലഭിക്കാതെ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ഭാഗത്ത് മാറി നിന്ന മുൻ മേയർ മുതിർന്ന നേതാക്കൾ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപേ മടങ്ങിയതും വാർത്താ പ്രാധാന്യം നേടി. അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോഴും പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോഴും ഒരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനായി നിലകൊള്ളുവാൻ കഴിയാത്തത് തിരിച്ചടിയാകുന്നു. കേവല രാഷ്ട്രീയവും സജീവ രാഷ്ട്രീയവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസങ്ങളാണ് ആര്യയുടെ ഈ ഒതുങ്ങലിലൂടെ വ്യക്തമാകുന്നത്. അധികാരത്തിന്റെ തിളക്കത്തിൽ നിന്ന് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് ആര്യ രാജേന്ദ്രൻ മാറ്റപ്പെടുമ്പോൾ അതൊരു പുതിയ രാഷ്ട്രീയ മുന്നറിയിപ്പായി മാറുകയാണ്. ഇത് സംബന്ധിച്ചൊരു പോസ്റ്റും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിലെ പുതുമുഖക്കാർക്ക് ഒരു പാഠമാണ്. അത്തരം ഭരണസ്ഥാനങ്ങളിൽ എത്തുന്നവർ എങ്ങനെ ആകരുത് എന്നതിന്റെ പാഠം. ഇപ്പോൾ അത് എഴുതാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര്യയ്ക്ക് പാർട്ടി വലിയ റോള് നൽകിയില്ല എന്ന വാർത്തയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ പാർട്ടി പൊതുയോഗത്തിൽ കേവലം ഒരു കാഴ്ചക്കാരുടെ റോളിൽ ആര്യ ഒതുങ്ങുകയായിരുന്നു എന്നാണ് വാർത്ത. ഒരു കസേരയിൽ പോലും ഇരിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന ആര്യ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് മടങ്ങുകയും ചെയ്തു എന്നും വാർത്തയിലുണ്ട്. കേവല രാഷ്ട്രീയവും സജീവ രാഷ്ട്രീയവും രണ്ടാണ്. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വഹിക്കുമ്പോഴും പാർട്ടിയിലൂടെ അധികാര സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുമ്പോഴും നിങ്ങൾ സജീവ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി മാറുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ കേവല രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി മാത്രമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഒരിക്കലും സജീവ രാഷ്ട്രീയമായി കണക്കാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് പൊടുന്നനെ എത്തുമ്പോൾ അത് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റമാണ്. അവിടെ പാർട്ടിക്ക് വിധേയായി നിൽക്കുമ്പോഴും സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന മറ്റു ചില ഗുണഗണങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് പാർട്ടിക്കാർ അല്ലാത്ത ജനങ്ങളോടുമുള്ള പെരുമാറ്റ രീതി. പിന്നെ നമ്മുടെ മാനറിസങ്ങൾ. മാനറിസം എന്നത് മികച്ച വസ്ത്രധാരണവും അംഗചലനങ്ങളും മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതിൽ വിനയത്തിന്റെയും എളിമയുടെയും ഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശബ്ദത്തിന്റെ ടോണിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ആർജിക്കാതെ പോയതും പാർട്ടിയുടെ വിധേയത്വം എന്നത് സമ്പൂർണ്ണ അടിമത്തമായതും ആര്യയ്ക്ക് വിനയായി. മേയർ സ്ഥാനത്തിരിക്കുമ്പോഴുള്ള ആര്യയുടെ പാർട്ടി വിധേയത്വം എന്നത് ശരിക്കും പറഞ്ഞാൽ ജില്ലാ നേതൃത്വത്തോടുള്ള വിധേയത്വം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജില്ലാ നേതൃത്വത്തിന് ഒരു എതിർപക്ഷം പലപ്പോഴും ഉള്ളതും അതിൽ ഏതു പക്ഷമാണ് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ സ്വീകാര്യമെന്ന് ഒക്കെ മനസ്സിലാക്കി വിധേയത്വത്തിന് ശരിയായ നിർവചനം നൽകാൻ ആര്യയ്ക്ക് കഴിഞ്ഞതുമില്ല. അത് മറ്റൊരു രാഷ്ട്രീയമാണ്. അതിന് കാരണം സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന പക്വതയുടെയും രാഷ്ട്രീയ അനുഭവത്തിന്റെയും അഭാവം തന്നെയാണ്. അത് രണ്ടുമുള്ള ഒരാൾക്ക് വിനയമെന്നതും പ്രായോഗിക ബുദ്ധി എന്നതും തനിയെ വന്ന് ചേരുന്നതാണ്.
വീഴ്ചകളിൽ ആര്യയെ പിന്തുണയ്ക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. പക്ഷേ ആ പിന്തുണ തനിക്കുള്ള സമ്പൂർണ്ണ പിന്തുണയാണെന്നും അത് താൻ മേയർ സ്ഥാനത്ത് നിന്ന് പോയാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ പാർട്ടി തോറ്റാലും തനിക്കുണ്ടായിരിക്കുമെന്ന പക്വതയില്ലായ്മയിൽ നിന്നുണ്ടായ തെറ്റായ ബോധ്യമാണ് ആര്യയ്ക്ക് വിനയായ മറ്റൊരു ഘടകം. MLA കൂടിയായ ഭർത്താവിന് കൊടുക്കുന്ന പിന്തുണ എന്ത് തെറ്റു ചെയ്താലും തനിക്ക് കിട്ടുമെന്ന തെറ്റിദ്ധാരണ അതിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഒടുവിൽ നഗരസഭയിൽ ഭരണം പോയപ്പോൾ എല്ലാ കുറ്റവും ആര്യയുടെ തലയ്ക്കായി. ആ ഭരണമാറ്റത്തിനൊരു പ്രധാന കാരണം ആര്യയാണ് എന്നല്ലാതെ ആര്യ മാത്രമാണ് എന്നത് ഒരിക്കലും ശരിയല്ല. അവിടെ പ്രവർത്തിച്ച നിരവധി ഘടകങ്ങൾ വേറെയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് എഴുതുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ധാരാളം പുതുമുഖങ്ങൾ എല്ലാ പാർട്ടികളിലുമുണ്ട് എന്ന് മാത്രമല്ല ഭരണസ്ഥാനത്തുമുണ്ട്. അവർക്ക് മുന്നിൽ ആര്യ ഒരു പാഠം തന്നെയായിരിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന പുതുമുഖങ്ങൾക്കും ആര്യ പാഠമാണ്. പാഠങ്ങൾ പഠിക്കാൻ അവർക്കൊക്കെ കഴിയട്ടെ. വീഴ്ചകളും അനുഭവങ്ങളും പാഠങ്ങളാക്കി അതിൽ നിന്ന് പുതിയ ഊർജ്ജം ഉൾക്കൊണ്ട് സ്വയം നല്ല മാറ്റങ്ങൾക്ക് വിധേയയായി കൂടുതൽ മികച്ച പൊതുപ്രവർത്തകയും ഭരണാധികാരിയുമായി മാറുവാൻ ആര്യയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതോടെ രാഷ്ട്രീയ വനവാസത്തിന് വിധിക്കപ്പെടേണ്ട ആളല്ല ആ കുട്ടി. അത് ആ പാർട്ടി മനസ്സിലാക്കട്ടെ. സ്വയം തിരുത്തപ്പെടാത്ത തെറ്റുകൾ ചിലരില്ലെങ്കിലും തിരുത്തിക്കുവാൻ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നവർ പൊള്ളുന്ന കൈനെ അങ്ങനെയും ഉപേക്ഷിക്കരുതല്ലോ. സ്നേഹം നിറയട്ടെ. പോസിറ്റിവിറ്റി എമ്പാടും. പ്രശാന്ത് വാസുദേവ്, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ, കേരള ടൂറിസം വകുപ്പ് ആൻഡ് ടൂറിസം കൺസൾട്ടന്റ് എന്നായിരുന്നു ആ പോസ്റ്റ്. സച്ചിൻ ദേവ് MLAയുടെ ഭാര്യ എന്നതിലുപരി സ്വന്തം വ്യക്തിത്വം രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിക്കാട്ടി തിരുവനന്തപുരത്തിന്റെ മേയറായ ആര്യയ്ക്ക് ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ പോലും അന്യതാബോധം അനുഭവപ്പെടുകയാണ്. CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ അത്ര ചെറുതല്ല. 45 വർഷം ചെങ്കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുത്തതിൽ ആര്യയുടെ ഭരണശൈലിക്ക് വലിയ പങ്കുണ്ട് എന്നാണ് മുതിർന്ന നേതാക്കളുടെ പോലും വിലയിരുത്തൽ. കത്ത് വിവാദവും KSRTC ഡ്രൈവറുമായുള്ള പരസ്യമായ തർക്കവും പാർട്ടി പ്രതിരോധത്തിലാക്കി. ഭരണം തിരുത്തുവാൻ പാർട്ടി പ്രൊഫഷണലുകൾക്ക് കഴിഞ്ഞില്ലെന്ന കുറ്റപ്പെടുത്തലും ഇതിനോടകം ഉയർന്നു. പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് ഉദ്ഘാടകർ എത്തിയപ്പോൾ എല്ലാവരും വേദിയിലേക്ക് നീങ്ങിയെങ്കിലും ആര്യ മൈതാനത്തിന്റെ ഒരു കോണിലേക്ക് മാറി നിന്നു. ഒരു സാധാരണ പ്രവർത്തകയെ പോലെ കുഞ്ഞിനെ കളിപ്പിച്ചു നിന്ന ആര്യയെ കാണാൻ അണികൾക്കിടയിൽ തിരക്കുണ്ടായിരുന്നെങ്കിലും പാർട്ടി നേതൃത്വം അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. നിയമ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോഴും ആര്യ വെറും ഒരു കാഴ്ചക്കാരിയായി മാറി നിന്നത് അണികൾക്കിടയിൽ പോലും അടക്കം പറച്ചിലിന് കാരണമായി. നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന ഉറപ്പിൽ കോർപ്പറേഷൻ സീറ്റ് നിഷേധിച്ച പാർട്ടി ഒടുവിൽ കൈവിട്ട മട്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണപരാജയവും ജില്ലാ പഞ്ചായത്തിലെ ഏകോപനമില്ലായ്മയും ആര്യയുടെ രാഷ്ട്രീയ ഭാവിക്കുമേൽ കരുനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ പോരാടുമ്പോഴും ആര്യ തിരുവനന്തപുരത്ത് തന്നെ തുടർന്നത് തന്നെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ അടിത്തറ തിരിച്ചുപിടിക്കാനാണോ അതോ പാർട്ടി തന്നെ അവരെ അങ്ങോട്ടേക്ക് അയക്കാത്തതാണോ? വെറുമൊരു ഭരണപരാജയം മാത്രമല്ല ആര്യയ്ക്ക് തിരിച്ചടിയായത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആര്യയ്ക്കെതിരെ ഉയർന്നത് അസാധാരണമായ വിമർശനങ്ങളായിരുന്നു. അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റം. ഈ പ്രയോഗം ഒരു ജനപ്രതിനിധിക്കെതിരെ സ്വന്തം പാർട്ടി വേദികളിൽ ഉയർന്നത് അത്യപൂർവമാണ്. കോർപ്പറേഷൻ ഭരണകൂടത്തെ തിരുത്തുവാൻ പാർട്ടി പ്രൊഫഷണലുകൾക്ക് കഴിഞ്ഞില്ലെന്നും അഴിമതി ആരോപണങ്ങൾ യഥാസമയം തടയാനായില്ലെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള ഏകോപനമില്ലായ്മ കൂടി ചേർത്തപ്പോൾ തലസ്ഥാനത്ത് ചുവപ്പുകോട്ട BJPക്ക് മുന്നിൽ തകർന്നു വീണു. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആര്യയുടെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകുകയാണോ നേതൃത്വമെന്ന സംശയമാണ് ശക്തമാകുന്നത്. മറ്റൊരു കൗതുകകരമായ കാര്യം ആര്യയുടെ കുടുംബജീവിതവും രാഷ്ട്രീയവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ ആര്യ അവിടെ സജീവമല്ല. തന്റെ രാഷ്ട്രീയ തട്ടകമായി തിരുവനന്തപുരത്ത് തന്നെ തുടരുവാനാണ് ആര്യയും താല്പര്യപ്പെടുന്നത്. എന്നാൽ അവിടെയാകട്ടെ നിയമ പ്രകടന പത്രിക പുറത്തിറക്കിയ ചടങ്ങിൽ പോലും ഒരു സാധാരണ അണിയെ പോലെ മാറി നിൽക്കേണ്ടി വരുന്നു. ഒരു കാലത്ത് പോസ്റ്ററുകളിൽ തിളങ്ങുന്ന ആ മുഖം ഇന്ന് പാർട്ടി ഫ്ലക്സുകളിൽ പോലും അപ്രത്യക്ഷയായി.